ഗാസയ്ക്ക് വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ്? അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് യുദ്ധം ചെയ്യുന്നില്ലല്ലോ. കാരണം 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് കഴിഞ്ഞതിന് ശേഷം അന്ന് ഈജിപ്തിനെതിരായിട്ട് എല്ലാ അറബ് രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുകയും ഈജിപ്തിനെ നോൺ അലൈൻഡ് മൂവ്മെന്റിൽ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ പുറത്താക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അത്രയൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഹവാന നോൺ അലൈൻഡ് കോൺഫറൻസിന്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് വന്നത് ഈ ഈജിപ്ത് ഇസ്രയേൽ കരാറായിരുന്നു. അതുകൊണ്ട് ഈജിപ്തിനെ ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ അവർ ശ്രമിച്ചു. പിന്നെ ഇന്ത്യ, അൾജീരിയ, യുഗോസ്ലാവിയ, ക്യൂബ എന്നീ 4 രാജ്യങ്ങളുടെ വലിയ നിരന്തരമായ ഇടപെടലുകൾ കൊണ്ടാണ് ഈജിപ്തിനെ അന്ന് നോൺ അലൈൻഡ് മൂവ്മെന്റിൽ നിന്ന് പുറത്താക്കാത്തത്. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാ അറബ് രാജ്യങ്ങളും സമാധാന കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മൊറോക്കോ വരെ. സൗദി അറേബ്യ അത് ചെയ്യാനുള്ള തയ്യാറെടുക്കുമ്പോഴാണ് ഈ ഹമാസ് യുദ്ധം തുടങ്ങിയത്. അതിന്റെ പ്രധാന കാരണം അതായിരുന്നു. സൗദി അറേബ്യയും കൂടി ഇസ്രയേലുമായിട്ട് സമാധാന കരാർ ഒപ്പിട്ടാൻ പിന്നെ പാലസ്തീൻ രാജ്യത്തിന് യാതൊരു ചാൻസും ഇല്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഹമാസ് ആ സമയത്ത് ഇസ്രയേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. അത് സ്വന്തമായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാൽ പോലും ഇതിന് ഈ പാലസ്തീൻ പ്രശ്നം അവസാനിച്ചുകൂടാ മറ്റൊരു രാജ്യമില്ലാതെ എന്നുകൊണ്ടാണ് അവരന്ന് വളരെ ധൈര്യത്തോടു കൂടി ആക്രമിച്ചതും. ഒരുപാട് ജീവനഷ്ടങ്ങൾ വന്നെങ്കിൽ പോലും ഇപ്പോഴും ആ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് യുദ്ധം ചെയ്ത പല കാലങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ അറബ് രാജ്യങ്ങൾ തോൽക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിൽ അവരാരും അതിന് തയ്യാറാകുന്നില്ല. ഈജിപ്തും ഖത്തറും മാത്രമേ സമാധാനത്തിന് പോലും ശ്രമിക്കുന്നുള്ളൂ. മറ്റു രാജ്യങ്ങൾ എവിടെയാണ്, എന്താണ് അവർക്ക് വേണ്ടത് എന്നൊരു തീർച്ചയുമില്ല. അപ്പൊ അതിൽ നിന്നൊരു അവരെന്തെങ്കിലും ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയിരുന്നു. ഗാസയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെയെല്ലാം ആക്രമണം കടുപ്പിക്കുകയാണോ ഇസ്രായേൽ? ഈ ഒരു ആക്രമണത്തിൽ നിന്ന് അതാണോ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? അതെ, ഹൂത്തീസിനെതിരായിട്ട് അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലോ. യമൻ വെർച്വലി 2 രാജ്യമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവിടെയുള്ള ഇറാൻ സപ്പോർട്ടേഴ്സിനെയാണ് ഇവര് ബോംബ് ചെയ്യുന്നത്. അത് യമനെതിരായിട്ടുള്ള യുദ്ധമായിട്ടല്ല കാണുന്നത്. അത് അവിടെയുള്ള ഹൂത്തീസ് അവർ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. സമുദ്രത്തിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ ബ്ലോക്കേഡ് ഉണ്ട്. ഇപ്പോഴും വെസ്റ്റേൺ ഗുഡ്സ് ഒക്കെ ആഫ്രിക്ക വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് താമസം വരുന്നു, ചെലവ് കൂടുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ആരും ഇതിനെതിരായിട്ട് വർക്ക് ചെയ്യാന്നില്ല. ഹൂത്തീസിനെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു ഇസ്രായേലിന്റെ ഒരു ആഗ്രഹമാണ്. അത് അമേരിക്കയും അത് സഹകരിക്കുന്നുമുണ്ട്. പക്ഷെ അതിന് മുമ്പോട്ട് പോയിട്ട് പാലസ്തീൻ രാജ്യം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഇവരാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഖത്തർ, ഈജിപ്ത് മധ്യസ്ഥ ശ്രമങ്ങളോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകുമോ, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ? ഉണ്ടല്ലോ. ഇസ്രായേൽ എപ്പോഴും വളരെ ഡിഫയന്റ് ആയിട്ടല്ലേ ലോകാഭിപ്രായത്തെ ഒന്നും അവരൊരിക്കലും മാനിച്ചിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് പോലും അവർ കേൾക്കുന്നില്ലല്ലോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ. പക്ഷേ അത് അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. രണ്ടുപേർക്കും താല്പര്യമുണ്ട്. നെതന്യാഹുവിന് പ്രധാനമന്ത്രിയായിട്ട് തുടരണമെങ്കിൽ അത് ഗാസ യുദ്ധം അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് സംരക്ഷിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം കണ്ണടച്ചു കൊടുക്കുകയാണ്. ഈജിപ്തും ഖത്തറും ഒക്കെ വളരെ സിൻസിയറായിട്ട് സമാധാന നിർദ്ദേശങ്ങൾ വെച്ചു. പക്ഷെ ആ നിർദ്ദേശങ്ങളൊന്നും അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം അവർ പറയുന്നത് ഇവരാണ് അവിടെ യുദ്ധം ആരംഭിച്ചത്, അതുകൊണ്ട് അവരെ ഇല്ലാതാക്കിയിട്ട് മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നുള്ളതാണ്. അപ്പൊ അതിലൊരു വിട്ടുവീഴ്ച അദ്ദേഹത്തിനുള്ള. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇസ്രായേലിന് കൊടുക്കുന്ന സപ്ലൈ നിർത്തുകയോ അല്ലെങ്കിൽ അവരെ ഐക്യരാഷ്ട്ര സംഘടന മുമ്പിൽ കൊണ്ടുവരികയോ എന്തെങ്കിലും ചെയ്താൽ മതി. തീർച്ചയായിട്ടും അമേരിക്ക വിചാരിച്ചാൽ അത് നിർത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നിർത്താതിരിക്കുന്നത് മനഃപൂർവ്വമാണ്. ഇസ്രായേലിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. വളരെയധികം ഒരു ലോക സമാധാനത്തിന് വലിയൊരു ത്രെറ്റ് ആയിരിക്കുകയാണ്. പക്ഷേ അറബ്സ് ഒന്നും ഇപ്പോൾ യുദ്ധത്തിലൊന്നും വരാനൊരു സാധ്യതയുമില്ല. ഇറാൻ ഒഴിച്ച് മറ്റാരും ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം തയ്യാറാവുകയില്ല. പക്ഷേ ആ യുദ്ധവും 12 days യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനൊരു വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഇറാനാണ് അവരുടെ വെപ്പൺസ് നഷ്ടപ്പെട്ടതൊക്കെ. അപ്പം അതുകൊണ്ട് അവരൊരു വിന്നിങ് സ്പ്രീ ആണ്. അതുപോലെ ഒരിക്കലും അവരൊന്നും അംഗീകരിക്കാൻ സാധ്യതയില്ല. എത്ര റീസണബിൾ ആയിട്ടുള്ള
പ്രപ്പോസലായാലും. പക്ഷേ ഒറ്റ ഒരു പ്രപ്പോസലേ അംഗീകരിക്കാൻ കഴിയുള്ളൂ മറ്റു രാജ്യങ്ങൾക്ക്. അത് 2 രാജ്യങ്ങൾ, ഒരു 2 സ്റ്റേറ്റ് തിയറി ഉണ്ടല്ലോ, ഒരു ജൂയിഷ് സ്റ്റേറ്റും അതുപോലെ ഒരു പാലസ്റ്റീനിയൻ സ്റ്റേറ്റും. അപ്പോൾ അതിനിപ്പോൾ പാലസ്റ്റീനിയൻ സ്റ്റേറ്റിനെ റെക്കഗ്നൈസ് കൊണ്ട് പുതിയ വെസ്റ്റേൺ രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രാൻസാണ് അത് തുടങ്ങിയത്, കാനഡ, ഓസ്ട്രേലിയ, ഇവരൊക്കെ അംഗീകരിക്കാൻ തയ്യാറാണ് പാലസ്റ്റീനെ ഒരു സ്റ്റേറ്റ് ആയിട്ട്. പക്ഷെ ആ അംഗീകാരത്തിന് യാതൊരു അർത്ഥവുമില്ല. ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച കാര്യമാണല്ലോ. അതാണ് അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഒരു സമയത്ത് ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്തതായിരുന്നു. ഈ അമേരിക്ക തീർച്ചയായിട്ടും അതിന്റെ പേരിലെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇസ്രായേൽ ഓസ്ലോ അക്കോർഡിന്റെ സമയത്ത് ഇസ്രായേലും ഒരുമാതിരി സമ്മതിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ തീരുമാനത്തിലാണ്. അതാണ് അപകടമായി നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ.